കോടിയേരി ഒരു സ്ഥലനാമം മാത്രമല്ല, ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്നു. ആ പ്രതീകം കേരള രാഷ്ട്രീയത്തിൽ നിന്നും വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 3 വർഷം തികയുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യ വിനോദിനി കോടിയേരി, മക്കളായിട്ടുള്ള ബിനീഷും ബിനോയും റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്നു. 3 വർഷം പിന്നിടുകയാണ്. ഇല്ലാത്ത 3 വർഷം എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? 3 വർഷവും എങ്ങനെ കടന്നുപോയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ആ ഓർമ്മകളുമായിട്ട് തന്നെ ഇപ്പോഴും കഴിയുന്നു. ഓരോ നിമിഷവും സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഓരോ നിമിഷവും ആ ഓർമ്മയായിട്ട് തന്നെ കഴിയാണ്. കൂടുതൽ ആ ഓർമ്മകൾ മിഴിവോടെ നിൽക്കുകയാണ്. ദിവസം കഴിയുന്നതിന് നമുക്ക് ആ ഓർമ്മകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇല്ലാത്ത ആ ഒരു ശൂന്യത ഞങ്ങളിൽ കൂടുതൽ ആഴത്തിലേക്ക് പതിയാണ്. വിനോദരേച്ചിനെ സംബന്ധിച്ച് സഖാവ്, അതുപോലെ തന്നെ ഒരു ഭർത്താവ് എന്നതിലുപരി ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരെന്ന പോലെ ആയിരുന്നു നിങ്ങൾ തമ്മിലെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇല്ലാതെ ഈ 3 വർഷവും കടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള വേദനയും ആ ഒരു ദുഃഖവുമൊക്കെ പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയാത്തതാണ് എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. എങ്ങനെ കടന്നുപോയി എന്ന് ചോദിച്ചാൽ അത് കാലത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ അതുകൊണ്ട് മാത്രം സാധ്യമായതാണെന്ന് പറയാം. അദ്ദേഹം നൽകിയിട്ടുള്ളൊരു കരുത്ത് തന്നെയായിരിക്കും ഈ 3 വർഷം കടന്നു പോകാനുള്ള കരുത്തുമായി മാറിയത് എന്നുള്ളതാണ്. അതെ, അദ്ദേഹം നൽകിയ കരുത്താണോ അതെനിക്കറിയാം. വല്ല കടന്നു പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എനിക്കറിയില്ല. ആ ഓർമ്മകളിൽ മുഴുകി അങ്ങനെ പോകുന്നു. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം ഇല്ലാത്തത് ആലോചിക്കുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാൻ കഴിഞ്ഞ് പോകുന്നത്. അങ്ങനെ കഴിഞ്ഞു 3 കൊല്ലമല്ല, എത്ര കൊല്ലം ഞാൻ ഇനി ജീവിച്ചിരിക്കുമോ അത്രയും കൊല്ലവും എനിക്കിത് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓരോ പ്രസംഗങ്ങളും ഓരോ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ടയാടുകൾക്കിടയിലും ഞങ്ങൾക്കൊക്കെ കിട്ടിയാൽ താങ്ങും, നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടിയാൽ അത് താങ്ങില്ല തുടങ്ങിയിട്ട് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു കുടുംബം കൂടിയാണ്. ആ വേട്ടയാടപ്പെട്ട സമയത്ത് പോലും കോടിയേരി എന്ന് പറയുന്ന ആ ഒരു പിതാവിൻ്റെ കരുത്ത്, അദ്ദേഹം നൽകിയിട്ടുള്ളൊരു ആത്മവിശ്വാസവും സ്നേഹവും പരിലാളനയും ഒക്കെ ആയിരിക്കും നിങ്ങളൊക്കെ നിലനിർത്തിയതെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തി ഉണ്ടാവില്ല അല്ലേ? അതങ്ങനെ തന്നെയാണല്ലോ. ആ കരുത്തില്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് ഏത് തരത്തിലുള്ള പ്രതിസന്ധികളും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും തളരാതെ പിടിച്ച് മുന്നോട്ട് പോകണം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു വലിയ ജീവിതം തന്നെയാണ് അച്ഛൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ആക്രമണങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ വരുമ്പോഴും അതിനെയൊക്കെ തന്നെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയമേവ പാകപ്പെടണം എന്നുള്ളതാണ് അച്ഛൻ്റെ രീതി ഉണ്ടായിരുന്നത്. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായപൂർത്തിയായുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ട് തന്നെ നേരിടണം. അതിന് പാർട്ടി മറുപടി പറയില്ല. അതിനൊരിക്കലും പാർട്ടി എന്ന രീതിയിലേക്കുള്ള ഒരു സംരക്ഷണം ഉണ്ടാവില്ല. എപ്പോഴും പാർട്ടി കുടുംബം എന്ന് പറഞ്ഞു വരുമ്പോൾ ആദ്യം പാർട്ടിനെ തന്നെയാണ് എപ്പോഴും കോടിയേരി ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആക്ഷേപങ്ങളൊക്കെ വന്ന സമയത്തുള്ളത് ഞാനൊരു ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാചകമാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നൊരു വാചകമാണ്. അച്ഛൻ പറഞ്ഞതാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളൊക്കെ ഇതിൽ നിന്ന് സ്വതന്ത്രരാകൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാചകം എത്രത്തോളം ആഴത്തിലാണ് അച്ഛൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെന്നും വരാനിരിക്കുന്ന കാലം എത്തരത്തിലായിരിക്കും ഏറ്റെടുക്കുന്നത് അതിനെന്നുള്ളതിൻ്റെയും ഒരു നേർചിത്രം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആവശ്യമില്ലല്ലോ, നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നില്ലല്ലോ, നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഞങ്ങളൊരു വാർത്തയാകുന്നില്ലല്ലോ, ഞങ്ങളിപ്പോഴും പക്ഷേ ഈ സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ. അപ്പോൾ നിരന്തരമായ വേട്ടയാടലുകൾ കോടിയേരിയുടെ കുടുംബത്തെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഏകദേശം ബാക്കിയുള്ളവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 ദിവസവും 10 ദിവസമൊക്കെ ഒരു വാർത്തയുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചോ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോ ഒരു 10-22 വർഷത്തോളം നിരന്തരമായിട്ടുള്ള ആക്രമണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്രമണം ഉണ്ടായിരുന്നപ്പോൾ തിരിച്ച് ചോദിച്ചിരുന്ന ആൾ എന്തുകൊണ്ട് കോടിയേരിയുടെ കുടുംബത്തെ മാത്രം ഇങ്ങനെ പറയുന്നത്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ എവിടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇപ്പോഴും ഞങ്ങൾ ഈ സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ അത് കോടിയേരി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, CPM ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥകളായിരുന്നു. അത് ആ മെനഞ്ഞെടുത്ത കഥകളിൽ എല്ലാവരെയും ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ കോടിയേരി ആക്രമിച്ച ആ രീതി കുറച്ച് കടന്നുപോയി, അതൊരു ക്രൂരമായിപ്പോയി എന്നുള്ളതാണ് ഈ വർത്തമാന കാലഘട്ടം നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. കാലം തെളിയിക്കുന്നതും ഞങ്ങൾക്കൊക്കെ കിട്ടിയാൽ താങ്ങും, നിങ്ങൾക്ക് കിട്ടിയാൽ താങ്ങില്ല എന്നുള്ള ആ മറുപടി തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ. അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ PK ഫെറോസിനെതിരെ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങളിലൊക്കെ ബിനീഷ് ചേട്ടൻ അതിന്
ഇതിനകം തന്നെ മറുപടി പറഞ്ഞതാണ്. അല്ല അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ദിവസമോ സമയമോ അല്ലല്ലോ ഇപ്പം. അപ്പം അതൊക്കെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലോ സന്ദർഭം വരുമ്പോൾ അത് പറഞ്ഞു പോകുക, അതാണല്ലോ രാഷ്ട്രീയം. അല്ലാതെ എപ്പോഴും വ്യക്തിപരമായിട്ടുള്ളൊരു ആക്രമണത്തിലൊക്കെ ഒന്നും പോകുന്ന രീതിയല്ല കോടിയേരി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലേക്കുള്ള ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് നേരിടണം, ഒരു വ്യക്തിപരമാവരുത്. ഇപ്പം എനിക്ക് ഒരാളെടുത്ത് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയത്തോട് ചേർത്ത് നിർത്തേ പറയാൻ പാടുള്ളൂ. വ്യക്തിപരമായിട്ട് ചേർത്ത് നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല പ്രാക്ടീസ് അല്ല, അതൊരു നല്ല ഒരു രാഷ്ട്രീയ ചുറ്റുപാടല്ല നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നെ കോടിയേരി എല്ലാത്തിനും ഒരു ഉത്തരമാണ്. കോടിയേരി ഇപ്പോൾ പറയുന്ന പുതുതായിട്ട് വരുന്ന വർത്തമാന കാലഘട്ടത്തിൽ പാർട്ടിയും ഇടതുപക്ഷവും ഒക്കെ തന്നെ പല സന്ദർഭങ്ങളിലും ഉത്തരമായി തേടുന്നത് കോടിയേരിയാണ്. കോടിയേരി പറഞ്ഞു വെച്ചിട്ട് പോയ വാചകങ്ങളാണ് അവർക്കൊരു ബലമായി ഉത്തരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പിന്നെ എപ്പോഴും അച്ഛനെ ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും ആളുകളുടെ ഇടയിൽ നിന്നും കിട്ടുന്ന ഒരു സ്നേഹവും ഇതെന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എല്ലാവരെയും കേൾക്കും. അച്ഛൻ എല്ലാവരും കേൾക്കുന്ന ഒരാൾ. അച്ഛൻ നല്ലൊരു കേൾവിക്കാരനായിരുന്നു. നല്ലൊരു കേൾവിക്കാരനായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് എപ്പോഴും പറയാറുണ്ടായിരുന്നത്. കോടിയേരി ആക്രമിച്ചവർക്കെതിരായിട്ടുള്ള കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഈ 3 വർഷം കോടിയേരി ഇല്ലാതെ കടന്നുപോയ 3 വർഷത്തിനിടയിൽ സംഭവിച്ചതെന്നുള്ള കൂടിയാണ് ഇപ്പോൾ തെളിയുന്നത്. സ്വാഭാവികം അതിന് കാലം മറുപടി പറയുന്നുണ്ട്. ഇനിയും മറുപടി പറയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു കോടിയേരി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ബിനീഷ് ചേട്ടൻ പറഞ്ഞു നിർത്തിയതിൻ്റെ ഭാഗമായി തന്നെ എല്ലാവരെയും കേൾക്കും, എല്ലാവർക്കും പറയാനുള്ളത്, കോടിയേരി ജീവിച്ചിരുന്നപ്പോൾ പോലും പറയാനുള്ളത് എല്ലാവരെയും കേൾക്കുന്ന വളരെ സൗമ്യനായ രീതിയിൽ, അതായത് ഏത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ വിയോജിപ്പുകളുള്ള വ്യക്തികളായാലും പോലും അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനും അതിന് കൃത്യമായ രീതിയിൽ അളന്നു മുറിച്ചുള്ള വാക്കുകളിൽ മറുപടി നൽകുന്ന ഒരു കോടിയേരി. എങ്ങനെയാണ് ആ ഒരു കോടിയേരിയെയും പിതാവായ കോടിയേരിയെയും ബിനോയ് ചേട്ടൻ ഓർമ്മിക്കുന്നത്? അച്ഛൻ രാഷ്ട്രീയ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും അച്ഛൻ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് മറുപടി കൊടുക്കുന്നത്, ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത്. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലായാലും ശരി, അപ്പോൾ എൻ്റെ കാര്യത്തിലായാലും ശരി, ബിനീഷിൻ്റെ കാര്യത്തിലായാലും ശരി, ഇപ്പോൾ അമ്മയുടെ കാര്യത്തിലായാലും ശരി, എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ അങ്ങനെയാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് ക്ഷമയോടെ കേട്ട് അതിനൊരു സൊല്യൂഷൻ, അച്ഛൻ തന്നെ അതിന് ഒരു സൊല്യൂഷൻ അതായിരിക്കും അതിൻ്റെ കറക്റ്റ്. അത് രാഷ്ട്രീയ ജീവിതത്തിലും പൊതുസമൂഹത്തിലും കുടുംബജീവിതത്തിലും അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു. കൊച്ചുമക്കളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു മുത്തച്ഛനായിരുന്നു. ഒരു പക്ഷേ അവർക്കൊരു കൂട്ടുകാരെന്ന രീതിയിൽ പോലും അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കൊച്ചുമക്കളിൽ ഇപ്പം മൂത്ത 2 പേർക്കും ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു അച്ഛനുമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇപ്പം ബിനീഷിൻ്റെ മോളും ഇപ്പോൾ എൻ്റെ മോനും അവരേറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛനെ ആയിരിക്കും. കാരണം അങ്ങനെയാണ് അച്ഛൻ അവരെ അങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു സുഹൃത്തുക്കളെ പോലെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അച്ഛൻ അങ്ങനെ ഒരു പ്രായവ്യത്യാസം ഈ കാര്യത്തിലില്ല. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ സമയത്ത് വന്നൊരു വീഡിയോ ഭയങ്കരമായ രീതിയിലായിരുന്നു. അതിന് നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ അത്രയും സൗമ്യതയോടുകൂടിയും സ്നേഹത്തോടെ ഇടപെടാൻ പറ്റും. ആ മോളുടെ ഒരു വീഡിയോ ആയിരുന്നു. അത് അച്ഛൻ അങ്ങനെയാണ്. ഇപ്പം ബിനീഷിൻ്റെ ഏറ്റവും ചെറിയ മോള് ഇനി ഏത് പ്രായത്തിലുള്ള ആളായാലും ശരി, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവർക്കെന്താണ് വേണ്ടതെന്നുള്ളത് അച്ഛന് കൃത്യമായിട്ട് അറിയാം. അതായിരുന്നു അച്ഛൻ. കോടിയേരി മരണപ്പെട്ടൊരു സമയത്ത് പത്രത്തിൽ വന്നൊരു വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: പിണറായിക്ക് അകലെയല്ലാത്ത കോടിയേരി എന്നായിരുന്നു. പിണറായി വിജയനുമായി അഭേദ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടു കൂടിയും സൗമ്യതയോടുകൂടി ഇടപെടുന്ന ഒരു ബന്ധം കോടിയേരിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു വിനോദിനെ വെച്ച് ആ ഒരു ബന്ധത്തെ കാണുന്നത്? അവർ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെ പറയാം. ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായ 2 നേതാക്കളാണ്. അടുത്തടുത്തുള്ള 2 പ്രദേശത്തുള്ള 2 നേതാക്കളാണ്. വിജയേട്ടൻ കുറച്ച് മുമ്പേ ആണെങ്കിലും അതിനുശേഷം വന്ന് എന്തോ ഇവർ രണ്ടുപേരും തമ്മിലൊരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ ബാലകൃഷ്ണേട്ടൻ ആർക്ക് ചോദിച്ചാലും എല്ലാവർക്കും സൗമ്യനായിരുന്നു, സഹൃദയനായിരുന്നു, എല്ലാവരുമായിട്ടും നല്ല അടുപ്പായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ആ പാർട്ടിയെ നയിച്ച് മുമ്പോട്ട് പോയ 2 പേരായിരുന്നു അവർ. അതുകൊണ്ട് ആ സ്നേഹം അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ആ സമയത്ത് അവർ 2 പേരും തന്നെയാണ് പാർട്ടിയെ നയിച്ചു കൊണ്ടുപോയത്. ബിനീഷ് ചേട്ടൻ എങ്ങനെയാണ് ഈ കോടിയേരിയും പിണറായിയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ ബന്ധത്തെ പറ്റി? സ്വാഭാവികമായിട്ടും അത് പറയാതെ തന്നെ ഞങ്ങളെ ഓർമ്മ വെച്ച കാലം തൊട്ട് അറിയുന്ന ഒരാൾ, കുടുംബം ഒക്കെയാണല്ലോ. സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥയുടെ നാളുകളിലുള്ള സംഭവത്തെക്കുറിച്ചൊക്കെ എനിക്ക് ചോദിച്ചറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ജയിലിനകത്തുള്ള അനുഭവങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ജയിലിനകത്ത് പിണറായി സഹാവിനെ എങ്ങനെയായിരുന്നു അച്ഛൻ നോക്കിയിരുന്നത്, അത്രയും അടി കിട്ടിയ സമയത്ത് എങ്ങനെയായിരുന്നു അച്ഛൻ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത്. പിന്നെ കോടിയേരിയുടെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുമ്പോഴും പിണറായിയുടെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുമ്പോഴും കോടിയേരി ഇല്ലാതെ പിണറായിയും പിണറായി ഇല്ലാതെ കോടിയേരിയും ചേർത്ത് വെക്കാൻ പറ്റില്ല.
എന്തായാലും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഓരോ നിമിഷവും അത്രയേറെ വൈകാരികമായാണ് ഈ കുടുംബത്തിന്, ഈ നാടിന്, കേരള രാഷ്ട്രീയത്തിലാകെ തന്നെ കോടിയേരിയില്ലാത്ത ആ ഒരു വിടവ് കടന്നു പോയതെന്ന് തന്നെ പറയാം. 3 വർഷം പിന്നിടുന്നത് നാടിനെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് നികത്താനാവാത്ത വിടവാണ്. കുടുംബത്തിന് മാത്രമല്ല കോടിയേരി പ്രിയപ്പെട്ടത്, ഈ നാടിനും പ്രിയപ്പെട്ടതായിരുന്നു. കുടുംബത്തിന് എത്രമാത്രം വേദനയുണ്ടോ അത്രമാത്രം തന്നെ കേരള രാഷ്ട്രീയവും കേരളത്തിലെ ജനങ്ങളും വേദനിക്കുന്നു എന്ന് തന്നെയാണ് കോടിയേരിയില്ലാത്ത ഈ 3 വർഷത്തിലൂടെയും തെളിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുഭാഷയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.